ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടൊരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ലപോലെ സൂട്ടാവുന്നൊരു ഡിഷാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ നമുക്ക് കോളിഫ്ലവർ കൊണ്ടുള്ള ഈ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ കോളിഫ്ലവർ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്കിതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഇതിൻ്റെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ടതെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതിയാവും. നമുക്കിനി ഈ കോളിഫ്ലവർ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കുക്കിംഗ് ഓയിലാണോ ഉള്ളത് അത് ഉപയോഗിക്കുക. കോക്കനട്ട് ഓയിലാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഒന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഉണക്കമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്തെടുത്ത് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കോളിഫ്ലവർ 2 തവണ നല്ലപോലെ നോർമൽ വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം 3-ാമത്തെ തവണ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് ഈ കോളിഫ്ലവർ അതിൽ മുക്കി വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒലച്ച് കഴുകിയെടുത്തതാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കോളിഫ്ലവറിലുള്ള ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അതുപോലെ എന്തെങ്കിലും കീടനാശിനിയുടെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തത് ഒരു 10-15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഈ കോളിഫ്ലവർ ഒരു 1/4 ഭാഗത്തോളം വേവുന്നവരെ നമുക്കിതിനെ വേവിക്കണം. ഇപ്പോൾ ഈ കോളിഫ്ലവർ ഏകദേശം വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. കാരണം നമുക്ക് പിന്നെ മസാല ചേർത്തിട്ട് ഇനിയും വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളമൊക്കെ വേവിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്. കാരണം ഇനി നമ്മളിതിലോട്ട് ക്രഷ് ചെയ്ത ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുളക് പൊടി ചേർക്കുന്നത് സൂക്ഷിച്ച് ചേർക്കുക. ആവശ്യത്തിന് മാത്രം ആദ്യം മുളക് പൊടി ചേർക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്രഷ് ചെയ്ത ചില്ലിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത ചില്ലി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഉണക്കമുളക് ഇല്ലെങ്കിൽ ക്രഷ് ചെയ്ത ചില്ലി ചേർക്കണം എന്നില്ല. ക്രഷ് ചെയ്ത ചില്ലി ചേർത്തില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ ക്രഷ് ചെയ്ത ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നമുക്കിനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ തേങ്ങ ചിരകി അതുപോലെ തന്നെ നമുക്കിതിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കോളിഫ്ലവർ വേവുന്നവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിരുന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ പാകമാണോ നോക്കണം. കാരണം കോളിഫ്ലവറിലോട്ട് ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.